പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്നും ബോട്ടണിയിൽ നേടിയ ബിരുദവുമായിട്ടാണ് വണ്ണാമട ഇരുത്തിയാമ്പതി പി രഘുനാഥ് കാൽ നൂറ്റാണ്ട് മുൻപ് പാരമ്പര്യ കൃഷി ഏറ്റെടുത്തത്. സ്വന്തമായുള്ളതും കുടുംബത്തിൽ നിന്ന് കിട്ടിയതുമായ 20 ഏക്കറിലാണ് രഘുനാഥ് തെങ്ങ്, ജാതി, കവുങ്ങ്, കുരുമുളക്, പശുവളർത്തൽ എന്നിവ ചെയ്യുന്നത്. 1300ഓളം തെങ്ങുകൾ. അതിൽ ഒരു പങ്ക് 65 വർഷം പ്രായമായവയാണ്. എല്ലാത്തിനും മികച്ച ഉൽപാദനവും. കൃത്യമായ വളപ്രയോഗവും ജലസേചനവും തേങ്ങയുടെ ഉൽപാദനം കൂട്ടുവാൻ സഹായിച്ചു. നമുക്ക് ആളിയാറിൽ നിന്ന് നമുക്ക് 7 TMC വെള്ളം നമ്മൾ ചിറ്റൂർ ഭാഗത്തേക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ 7 TMC വെള്ളം ഉള്ളത് കൊണ്ട് നമ്മുടെ ചിറ്റൂർ ഭാഗത്ത് നല്ല വെള്ള സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. നെൽകൃഷിക്കായിട്ട് തെങ്ങ് കൃഷിക്കായിക്കോട്ടെ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ കനാൽ വന്നിട്ട് LBC കനാൽ വന്നിട്ട് പൊൽപ്പുള്ളി വരെ പോകുന്നുണ്ട്, അത് വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ RBC കനാലും മൂളത്താറ് ഡാമിൽ വന്നിട്ടാണ് ഈ വെള്ളം LBC RBCന് തിരിച്ച് കിട്ടുന്നത്. അങ്ങനെ RBC വന്നിട്ട് ഇപ്പോൾ RBB പുതൂർ വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ അതും കൂടി നീട്ടിയിട്ട് നമ്മൾക്ക് വരട്ടയാർ വരെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് 250 കോടി വെച്ചിട്ടാണ് നമുക്ക് വരട്ടയാർ വരെ നീട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള കുളങ്ങളും ചെക്ക് ഡാമുകളും എപ്പോൾ നോക്കിയാലും വെള്ളം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് നല്ല ഒരു ഇതാണ് നമ്മുടെ ഈ ആലിയാറുടെ ഈ വെള്ളം കിട്ടുന്നത് കൊണ്ട് നമ്മുടെ പ്രദേശം എപ്പോഴും ഫെർട്ടൈലായിട്ടും നല്ല വെള്ള സൗകര്യമുള്ളതായിട്ടും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ നല്ല ഒരു ഇതാണ് നമ്മുടെ ഏരിയ. വെള്ളത്തിൻ്റെ ലഭ്യത തെങ്ങ് കൃഷിയുടെ പ്രധാന ഘടകമാണ്. തുള്ളി നനയാണ് ഉത്തമം. ആവശ്യത്തിന് മാത്രം വെള്ളം എല്ലായിടത്തും എത്തിക്കുന്ന ഈ രീതി ഗുണം ചെയ്യും. എല്ലാവരും ഹൈബ്രിഡ് തെങ്ങിന് പിന്നാലെ പോയപ്പോൾ രഘുനാഥ് സ്വന്തം തോട്ടത്തിൽ നാടൻ തെങ്ങുകളുടെ വിത്തെടുത്ത് തൈകളാക്കിയാണ് കൃഷി വിപുലീകരിച്ചത്. തെങ്ങ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 200 തേങ്ങ ഇവിടെ പാവിയിട്ടുണ്ട്. ഇത് നാടൻ വെറൈറ്റിയാണ്. കാരണം ഈ നാടൻ വെറൈറ്റി ആകുമ്പോൾ നമുക്കിവിടെയും കുറച്ച് വയ്ക്കാനുണ്ട്. അപ്പോൾ ഈ കള്ള് ചെത്താനോ പഠിക്കാനോ നാടൻ വെറൈറ്റിയേ പറ്റുള്ളൂ. ഹൈബ്രിഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കള്ള് ചെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ നാടൻ തന്നെ വയ്ക്കേണ്ടത്. പിന്നെ സൂക്കേടും അധികം റെസിസ്റ്റൻസാണ് ഈ നാടൻ വെറൈറ്റിയിൽ. അതുകൊണ്ട് നമ്മൾ 200 തൈ ഇവിടെ പാവി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഈ തെങ്ങ് ഇത് പാവണമെങ്കിൽ ആദ്യം മണലിടുക. ഒരടിക്ക് ഒരടിക്ക് മണലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ തേങ്ങയും വെച്ചിട്ട് പിന്നെ ചെമ്മണ്ണോ ബാക്കിയുള്ള മണ്ണിട്ടിട്ട് തേങ്ങ മറയുന്ന വരെ മണ്ണിടണം. മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചകിരിയില്ലേ, ചകിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈർപ്പുണ്ടാകും. അത് ഈർപ്പുള്ളത് കൊണ്ട് വേഗം അത് മുളയ്ക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ പാവിയിട്ട് ഇപ്പോൾ ഒരു 15 ദിവസമായിട്ടുള്ളൂ. ഒരു 3 മാസം ആകുമ്പോൾ അതിൻ്റെ മുളയൊക്കെ വരും. പിന്നെ ഒരു 4 മാസം ആകുമ്പോൾ നല്ല വളർച്ച വരും. അങ്ങനെ വളർച്ച വന്നപ്പോൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് 2 കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് അതിൽ ഉണങ്ങിയ സാണമേ പറ്റുള്ളൂ. ഉണങ്ങിയ സാണം ഇട്ടിട്ട് കുറച്ച് വേപ്പ പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് ഒരടിക്ക് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും ഈർപ്പുള്ള മാതിരി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് തുളുത്ത് വരും. അങ്ങനെയാണ് ഈ തേങ്ങ നടുന്ന ഒരു സമ്പ്രദായം. ജൈവവളമാണ് തെങ്ങുകൾക്ക് നൽകുന്നത്. കമ്പോസ്റ്റ് വളത്തിനൊപ്പം ചാണകം, ജീവാമൃതം, ഫിഷ് അമിനോ, പഞ്ചഗവ്യം എന്നിവയും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ ഈ 20 ഏക്കറുള്ള തെങ്ങും ഞങ്ങൾ തേങ്ങയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ കള്ളിന് ചെത്താനും കൊടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്ക് വിലയില്ലാണ്ടിരിക്കുമ്പോൾ ചെത്താൻ കൊടുക്കും. ചെത്താൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ നാടൻ ചെത്തുണ്ട്, തമിഴ് ചെത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു തെങ്ങിന് ഒരു മാസത്തിന് 450 റുപ്യാണ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് വിലയില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെത്താൻ കൊടുക്കുക. തേങ്ങയ്ക്ക് വിലയിൽ ഇരിക്കുമ്പോൾ നമുക്ക് തേങ്ങയായിട്ട് തന്നെ കൊടുക്കാം. ഞാൻ അങ്ങനെ തേങ്ങയിട്ട് അങ്ങനെ പീസ് റേറ്റായിട്ടും കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നിന്നും കച്ചവടക്കാർ വന്ന് അങ്ങനെ മരം കയറിയിട്ട് അവർ തേങ്ങ അങ്ങനെ കൊണ്ടുപോകും. ചില സമയത്ത് തേങ്ങ ഇട്ടിട്ട് പൊതിഞ്ഞ് അതിന് കൊപ്പറയാക്കിയിട്ടും കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൊപ്പറയായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പീസ് റേറ്റായിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ലാഭമുണ്ട്. കാരണം നമ്മൾ ഓരോന്നിലും അങ്ങനെ മാറി പോകുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. കൊപ്പരയിന് തന്നെ എണ്ണയാക്കി കൊടുത്താൽ അതിനെക്കാട്ടും ലാഭമാണ്. പക്ഷേ അങ്ങനെ തമിഴ്നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിൽ നമ്മളത് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല വില കിട്ടും. നമ്മൾ ഉൽപ്പാദിക്കുന്നതല്ല വലിയ കാര്യം. ഉൽപ്പാദിച്ച സാധനത്തിന് ബൈ പ്രോഡക്ട്സ് മാറ്റിയാൽ നമുക്ക് 2 ഇരട്ടി ലാഭം കിട്ടും. അതുകൊണ്ട്
നമുക്ക് തേങ്ങയെ കൊപ്പറയാക്കി എണ്ണയായിട്ട് കൊടുത്താൽ വീണ്ടും വീണ്ടും ലാഭം കിട്ടും. തെങ്ങിൽ നിന്നും തേങ്ങയായും കരിക്കായും വിൽപ്പന നടത്താറുണ്ട്. കൂടാതെ 100 തെങ്ങുകൾ ചെത്താനും നൽകിയിട്ടുണ്ട്. ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് കയറി ഇറങ്ങി പോകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സമയം ലാഭിക്കാനുമായി തെങ്ങുകളെ പരസ്പരം വടം കൊണ്ട് കെട്ടി അതിലൂടെയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ചെത്തുകാരൻ്റെ യാത്ര. ഈ 20 ഏക്കറിലും ഞാൻ നേരത്തെ തെങ്ങുണ്ടായിരുന്നു. പക്ഷേ തെങ്ങിന് സൂക്കേട് വന്നപ്പോൾ നമുക്ക് ഇൻ്റർക്രാപ്പായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ജാതി ഇട്ടു. ഈ ജാതിയും 20 ഏക്കറിൽ ഫുള്ളായിട്ടുണ്ട്. ജാതി കായ്പിന് വന്നപ്പോൾ വീണ്ടും ഞാൻ കവുങ്ങ് വയ്ക്കാൻ തുടങ്ങി. കവുങ്ങ് കാപ്പിക്ക് വന്നപ്പോൾ പിന്നെ ഇപ്പോൾ കുരുമുളക് കഴിഞ്ഞ കൊല്ലം തൊട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് മുകളിൽ എൻ്റെ തോട്ടത്തിൻ്റെ മുകളിൽ ഒരു 100 പശുക്കളുണ്ട്. അവർ കച്ചവടക്കാരാണ്. അവർക്ക് ഈ മാട് കഴുകുന്ന വെള്ളം പിന്നെ മൂത്രം ഇതൊക്കെ കൊണ്ടുവിടുന്നത് പൈപ്പ് ലൈൻ ഇട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കിണറ്റിലാണ് ഇറക്കുന്നത്. അത് കിണർ വന്നിട്ട് ഒരു 40 അടി താഴ്ചയുണ്ട്. നീളം ഒരു 50 അടിയും ബ്രത്ത് വന്നിട്ട് ഒരു 30-40 അടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം വന്നിട്ട് നല്ല ഒരു വളമുള്ള മണ്ണാണ്, വെള്ളമാണ്. അത് വന്നിട്ട് നമുക്ക് ഈ കൃഷിക്ക് നനയ്ക്കുമ്പോൾ നമുക്ക് വേറെ യാതൊരു വളവും ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ 27 കൊല്ലമായിട്ട് രാസവളം ഉപയോഗിക്കാറേ ഇല്ല. നമുക്ക് ഫുള്ളായിട്ട് ഒരു കൊല്ലം ചാണകം ഇടും എല്ലാത്തിനും, ഒരു കൊല്ലം ആട്ടുംകാട്ട ഇടും, പിന്നെ ഒരു കൊല്ലം വരുമ്പോൾ പിന്നെ കോഴിക്കാട്ട ഇടും. അങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പണ്ട് കാലത്തെ എങ്ങനെ നമ്മൾ കാർണൂർമാർ ചെയ്തോ അതേമാതിരി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഈ മറ്റേ കാറ്റ് വീഴ്ചയുണ്ടല്ലോ അത് കൂടുതലായിട്ട് നമ്മൾ തെങ്ങിനെ ബാധിച്ചിട്ടില്ല. നമ്മുടെ മണ്ണ് നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് നമുക്ക് ഏത് കൃഷി ചെയ്താലും നന്നായിട്ട് വരുന്നുണ്ട്. കൃഷിയിടത്തോട് ചേർന്നാണ് അയൽക്കാരൻ്റെ 100 പശുക്കളുള്ള ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചാണകവും മൂത്രവും തൊഴുത്ത് കഴുകുന്ന വെള്ളവുമെല്ലാം എത്തുന്നത് രഘുനാഥിൻ്റെ കൃഷിയിടത്തിലെ വലിയ കുളത്തിലാണ്. ഫാം ഉടമയ്ക്ക് മാലിന്യമെന്ന തലവേദന ഒഴിവാക്കുകയും രഘുനാഥിന് ആവശ്യത്തിന് ജൈവവളം ലഭ്യമാകുകയും ചെയ്യുന്നു. 15 കൊല്ലം മുൻപ് വിലയിടിവും രോഗകീടബാധയും നേരിട്ടപ്പോഴാണ് ഇടവിള കൃഷിയിലേക്ക് രഘുനാഥിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. ഒരു ഏക്കറിൽ വന്നിട്ട് ഒരു 50 ചെടി വെച്ചിട്ടുണ്ട്. ജാതി വയ്ക്കുമ്പോൾ ഞാൻ നാടൻ ജാതിയാണ് വെച്ചത്. ഈ നാടൻ ജാതി വെച്ചിട്ട് പിന്നെ ഈ ബഡ് ചെയ്യുന്നവർ കൊണ്ട് ഞാൻ ഇതിൽ റൗണ്ട് ലീഫ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ബഡ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു 100 ചെടി ബഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 70 ചെടിയെ ബഡ് പിടിക്കുള്ളൂ, ബാക്കി ബഡ് പിടിക്കില്ല. അങ്ങനെ ബഡ് പിടിക്കാത്ത ചെടിയിൽ അടുത്ത കൊല്ലം നോക്കുമ്പോൾ അതിൽ പൂ വരുമ്പോൾ നമുക്കറിയും ആൺചെടി ഏത് പെൺചെടി ഏതിനറിയും. അപ്പോൾ നമുക്ക് ഏക്കറിന് എങ്ങനെയായാലും ഒരു 4 എണ്ണം ആൺചെടി വേണം. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്ക് ഒരു 4 എണ്ണത്തിന് വിട്ടിട്ട് ബാക്കിയുള്ളതാണ് പിന്നെ ബഡ് ചെയ്യുന്നത്. അങ്ങനെ ബഡ് ചെയ്താണ് നമ്മൾ 8 കൊല്ലമായി നമ്മളിപ്പോൾ കാണുന്ന ഈ തോട്ടത്തിലുള്ള വൃക്ഷമൊക്കെ. ഇപ്പോൾ നല്ല റൗണ്ട് ലീഫിനാണ് നല്ല വിലയുള്ളത്. ഇടവിളയായി 750 മൂട് ജാതി 30 അടി അകലത്തിലാണ് നട്ടിട്ടുള്ളത്. കാരണം 100 കൊല്ലത്തിനുമേൽ വിളവ് തരുന്ന ഒരു വൃക്ഷമാണ് ജാതി. അതുകൊണ്ട് 30 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്. ഇതിനിടയിലായി ആൺചെടികൾ വേണം. അതിനായി 1 ഏക്കറിൽ 4 ആൺചെടി എന്ന രീതിയിലാണ് നട്ടിട്ടുള്ളത്. റൗണ്ട് ലീഫ് ഇനത്തിൽപ്പെട്ട ജാതിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ വർഷം 9 ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും വരുമാനം ലഭിച്ചത്. പൊള്ളാച്ചിയിലെ കോട്ടൂർ മാർക്കറ്റിൽ ജാതി കുരുവിന് ലഭിച്ചത് കിലോയ്ക്ക് 450 രൂപയും ജാതിപത്രിക്ക് 3250 രൂപയുമാണ്. ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാരൻ നേരിട്ട് വാങ്ങുന്നതുകൊണ്ട് ചൂഷണവുമില്ല. മരം വളരും തോറും വിളവ് വർദ്ധിക്കുകയും വരുമാനം കൂടുകയും ചെയ്യുന്നു. நம்ம தென்னையில் பாக்கில் கிடைக்கக்கூடிய എല്ലാ മട്ട ഓല എല്ലാ സാധനത്തും ഇതിൻ്റെ അടിയിൽ തന്നെ ഇടുക. ഇട്ടിട്ട് നമുക്ക് ലേശം മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ മൾജിങ് ആയിക്കോളും. അങ്ങനെ മൾജിങ് ആകുമ്പോൾ
നമുക്ക് തെങ്ങിൻ്റെ അടിയിലുള്ള നല്ല മൺപുളുകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടും ഇവിടെ. നമ്മൾ എപ്പോഴും വളമിടുന്നത് 4 അടിക്ക് അപ്പുറമേ വളമിടാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ഈ ഓലമട്ടയൊക്കെ ഇവിടെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ ഇവിടെ ഒരു റൗണ്ടാകും. ആ റൗണ്ടിൽ തന്നെ നമ്മൾ എപ്പോഴും എല്ലാ കൊല്ലവും നമുക്ക് ആട്ടുംകാട്ടോ കോഴിവളം ഇതൊക്കെ നമുക്ക് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു സാധനം കൂടി നമ്മുടെ തോട്ടത്തിലുള്ള എല്ലാ വേസ്റ്റുകളും നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിലോ നമ്മൾ ചോട്ടിൽ തന്നെ ഇടണം. അങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് വളം വാങ്ങിക്കുന്ന ചിലവ് ഒരുപാട് കുറവാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വളം കാണുന്നതൊക്കെ. ഞാൻ 27 കൊല്ലമായിട്ട് ഇവിടെ കിട്ടുന്ന മട്ടയ ഓല ഒന്നും പുറത്ത് പോകുന്നേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് എപ്പോഴും നല്ല വളമുള്ള മണ്ണായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ച മാതിരി നല്ല വിളച്ചൽ കിട്ടുന്നതും ഇതുമാതിരി നല്ല കായ് കിട്ടുന്നതും അതാണ്. പിന്നെ രാസവളം ഇട്ടിട്ടാണ് ഇതൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി രാസവളമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കിട്ടിയാലും അതിൻ്റെ വില കൂടുതലാണ്. നമ്മൾ കൃഷിക്കാരുടെ കൃഷിയിലുള്ള സാധനം തന്നെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ലാഭം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ മട്ടയോലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിന് മൽജി ചെയ്യുന്നത്. തെങ്ങോലയും ചകിരിയും വളമായി ഉപയോഗിക്കുന്നതിനാൽ എത്ര കൊടിയ വേനലിലും രഘുനാഥൻ്റെ തോട്ടത്തിലെ മണ്ണിലുണ്ട് മണ്ണിരകളും ഈർപ്പവും. മടലും ചൂട്ടും എല്ലാം തെങ്ങിൻ്റെ തടത്തിനു ചുറ്റും വരമ്പ് പോലെ കൂട്ടിയിട്ട് മുകളിൽ മണ്ണിട്ട് ദ്രവിക്കുവാൻ വിടുന്നു. 2 മാസം കൊണ്ട് ഈ ജൈവ അവശിഷ്ടങ്ങൾ നന്നായി പൊടിഞ്ഞ് തെങ്ങിനും ജാതിക്കും നല്ല അടിവളമാകും. കവുങ്ങ് വന്നിട്ട് നമുക്ക് കഴിഞ്ഞ കൊല്ലം 600 രൂപയ്ക്കാണ് കൊടുത്തത്. ഒരു കവുങ്ങ് അങ്ങനെ ലീസിന് കൊടുത്തതാണ്. അങ്ങനെ ലീസിന് കൊടുപ്പോൾ ഒരു മരത്തിന് നമുക്ക് 600 രൂപ വെച്ച് കിട്ടി കായ്ക്കുന്ന ഇതിനൊക്കെ. അങ്ങനെ ഒരു ഏക്കറിൽ എങ്ങനെയായാലും നമുക്ക് ഒരു ഇൻ്റർക്രാപ്പായിട്ട് ഒരു 10-100 കവുങ്ങ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻ്റർക്രാപ്പാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കൃഷിക്കാരും ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ തെങ്ങിനെ മാത്രം ആശ്രയിച്ചിരുന്ന നമുക്ക് പോരാ. ഇനി ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഇൻ്റർക്രാപ്പ് ചെയ്താലേ നമ്മുടെ ചിലവും നമ്മൾ കുടുംബവും നല്ല വഴിക്ക് നീങ്ങി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർക്രാപ്പ് തീർച്ചയായിട്ട് വേണം. നമുക്ക് ജാതിയൊക്കെ വെച്ച് അതുകൊണ്ട് പിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-60-70 കൊല്ലത്തിന് അങ്ങനെയേ നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. കവുങ്ങ് അതേമാതിരി തന്നെ നല്ല ലാഭമുണ്ട്. പിന്നെ ഇപ്പോൾ കുരുമുളക് അതുമാതിരി പെപ്പറും അതുമാതിരി തന്നെ നമുക്കിപ്പോൾ പെപ്പറിന് 600 രൂപ 700 രൂപയൊക്കെ കിലോവിനുണ്ട്. അതിന് നമ്മൾ അതും കൂടി വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്കാരൻ നല്ലപോലെ ജീവിക്കാം എന്നാണ് എൻ്റേത്. തെങ്ങിനും ജാതിക്കും കൂട്ടായിട്ട് 3000 കവുങ്ങും നട്ടിട്ടുണ്ട്. കവുങ്ങ് താങ്ങുമരമാക്കി കുരുമുളക് കൃഷിയും ചെയ്യുന്നു. സംയോജിത കൃഷിയിലെ അവിഭാജ്യ ഘടകമാണ് കാലി വളർത്തൽ. ഇത് നാടൻ പശുവാണ്. എൻ്റെ അടുത്ത് 2 നാടൻ പശുണ്ട്. 2ഉം കാങ്കയാണ്. ഈ നാടൻ പശുവിൻ്റെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂത്രം ചാണം ഒക്കെ വലിയ ഒരു ഗുണമുള്ള ഒരു സാധനം. ഇതിൽ നമ്മൾ പഞ്ചകാവ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് കവുങ്ങിന് തെങ്ങിന് നമ്മുടെ കൃഷിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിളിർത്തു വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല ഇതിൻ്റെ പാല്, മോര്, തൈര് എല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കും. നല്ല ഒരു വൈറ്റമിൻ കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ ആൺകുട്ടിയാണ് നല്ല പോലെ വളർത്തിയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ആൺകുട്ടിയുടെ ഇതാണ്. ഇത് നല്ല ചുരുചുരുക്കും നല്ല സ്ട്രെങ്ത്തുള്ള ഒരു ഇനമാണ്. 2 നാടൻ പശുക്കൾ ഉൾപ്പെടെ 8 പശുക്കളാണ് രഘുനാഥിനുള്ളത്. നാടൻ പശുക്കളുടെ ചാണകത്തിൽ സൂക്ഷ്മജീവി സാന്നിധ്യം കൂടുതലാണ്. രാവിലെയും വൈകുന്നേരവുമായി 35 ലിറ്റർ പാലാണ് കറവ. വണ്ണാമട ക്ഷീരസംഘത്തിലാണ് പാൽ നൽകുക. 1 ഏക്കർ സ്ഥലത്ത് CO5 ഇനം തീറ്റപ്പുൽ കൃഷിയും ചെയ്യുന്നു. സ്വന്തം ആവശ്യം കഴിഞ്ഞുള്ള തീറ്റപ്പുല്ല് ക്ഷീര കർഷകർക്ക് സൗജന്യ നിരക്കിൽ കൊടുക്കുകയാണ് പതിവ്. തീറ്റപ്പുല്ലിന് പുറമെ വൈക്കോലും പശുക്കൾക്ക് നൽകാറുണ്ട്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടിന് കരിമ്പനകളുടെ നാട് എന്നും ഒരു വിളിപ്പേരുണ്ട്. ഈ മരത്തിൻ്റെ ഓരോ ഭാഗവും ഉപകാരപ്രദമാണ്. പുരാതന ഗ്രന്ഥങ്ങളും വൈദ്യശാസ്ത്ര രേഖകളും രേഖപ്പെടുത്തി വച്ചിരുന്ന താളിയോലകൾ പലയോലകളായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കരിമ്പനകളുടെ ഒരു സംരക്ഷകൻ കൂടിയാണ് ഈ കർഷകൻ.
തമിഴ്നാട്ടിൽ നമ്മൾ കഴിഞ്ഞ DMK ഇത് ഉള്ളപ്പോൾ പണം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് കൊണ്ടുവന്നു. അതുമാതിരിയാണ് ഈ പണ വന്നിട്ട് നല്ല ഒരു സാധനമാണ്. നമ്മൾ വേനൽക്കാലത്തിൽ ഈ നൊങ്ക് കഴിക്കുമ്പോൾ നമുക്ക് ബോഡി നല്ല കൂളിംഗ് കിട്ടും. അതേമാതിരി കൂമ്പ് കഴിക്കുമ്പോൾ അത് നല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ്. ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു വൃക്ഷമാണ് ഈ പനയെന്ന് പറയുന്നത്. എൻ്റെ തോട്ടത്തിലൊരു 30-35 പനയുണ്ട്. അത് ഇത് ചെറുതായിട്ടിരിക്കുമ്പോൾ നമുക്ക് നൊങ്ക് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഈ നൊങ്ക് നല്ല വേനൽക്കാലത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബോഡിക്ക് നല്ല കൂളിംഗ് കിട്ടും. അതൊരു വലിയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് മൂക്കുമ്പോൾ ഇത് പഴമായിട്ട് മാറും. ഈ പണം വളർത്തി കഴിക്കാം. ഇതിൽ നല്ല ഒരു എനർജി ഉള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ മണ്ണിൻ്റെ അടിയിൽ ഇട്ടിട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ പണം കൂമ്പായിട്ട് കിട്ടും. അത് നല്ല വൈറ്റമിൻസ് ഉള്ള ഒരു സാധനമാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് ഒരു നേരത്ത് തന്നെ ഒരു കൂമ്പ് വെച്ച് കഴിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പണം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ മാറിപ്പോയി. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാരുടെ കാട്ടിൽ മാത്രമേ ഇതുള്ളൂ. പാലക്കാടിൻ്റെ പ്രതീകമായ കരിമ്പനകളെ വീണ്ടെടുക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളുമെല്ലാം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പുതിയവ നട്ടുപിടിപ്പിക്കുന്നതിനൊപ്പം നിലവിലുള്ളവ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രതിസന്ധികളെ ശാസ്ത്രീയമായ രീതിയിൽ അതിജീവിച്ച് മണ്ണിൽ പൊന്ന് വിളയിക്കുകയും കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയും ചെയ്ത പാലക്കാട് വണ്ണാമട എരുത്തേമ്പതി പളനിമുത്തു ഗൗണ്ടറുടെ മകൻ P. രഘുനാഥന് സംസ്ഥാന സർക്കാർ ഏറ്റവും മികച്ച തെങ്ങ് കർഷകന് നൽകുന്ന കേരകേസരി അവാർഡ് നൽകി ആദരിച്ചു. ഞാൻ ഈ അവാർഡ് വാങ്ങിക്കാൻ തന്നെ ഇവരാണ് എനിക്ക്. അപ്പം നമ്മൾ ഇന്ന് കാലത്ത് പറയുന്നത് നമുക്ക് ആൾ കിട്ടൂല എന്നാണ് ഇപ്പോൾ കൃഷിക്കാരൻ്റെ ഒരു ആൾ കിട്ടും. നമ്മൾ കുടുംബത്തിൽ ഒരാളായിട്ട് നമ്മൾ കാണണം. അങ്ങനെ കണ്ടാലേ നമുക്ക് അവരായിട്ട് സ്നേഹമുണ്ടാകണം. അവർക്കൊരു സുഖക്കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരെ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും നമ്മളെ വിട്ടു പോവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്താൽ നമ്മുടെ കൃഷിയും നന്നാകും, നമ്മുടെ കൃഷിക്കാരനും നന്നാകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എല്ലാ കൃഷിക്കാരനെ കൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടില്ല. നമ്മൾ കിട്ടുന്ന ആളിനെ നമ്മൾ കയ്യിലെടുക്കണം. ഇപ്പോൾ എൻ്റെ കൃഷിയിലുള്ളവർ ഇവരൊക്കെ വന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് എൻ്റെ തോട്ടത്തിൽ വന്നിട്ട് 60 കൊല്ലമായിട്ട് 60-70 കൊല്ലമായിട്ട് ഇവിടെയാണ് പണിയെടുക്കുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ സ്നേഹം കാണിക്കണം അപ്പുറത്ത്, എന്നാലേ അവർ പണിയെടുക്കുള്ളൂ. നമ്മൾ ഇത്രയും 20 ഏക്കറും ഇൻ്റർക്രാപ്പ് ചെയ്യാൻ നമ്മളല്ല ചെയ്യുന്നത്, ഇവരാണ് ചെയ്യുന്നത്. ഇവരുടെ ഹെൽപ്പ് ഇരുന്നാലേ നമ്മൾ ഇത് ഉയർന്നു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞമ്മൻ്റെ ജയം ഇവരിനെ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്.